അയ്യോ എന്തൊരു പുന്നാരിപ്പ്. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. നീ ഇവനോട് ഒന്ന് പറഞ്ഞടി. ഇത്രയും നേരം ഇവൻ എന്നോട് പിണങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. ആണോ? എങ്കിൽ കണക്കായി പോയി. ഒന്ന് പറയടി. അപ്പൊ ശങ്കരൻകുട്ടി ശരിക്കും തോറ്റു. തോറ്റു, 100 വട്ടം തോറ്റു. അതുകൊണ്ട് കാര്യമില്ല, തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കണം. ഏത്തോട്? ഏത്തോ? ആ ഏത്തം. ഏത്തങ്കി ഏത്തം. 1 2 3 4. എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇവനെ ചീത്ത വിളിച്ചത് എന്നാവും മക്കൾ കരുതിയതല്ലേ? ശിവൻ കോയിലിൽ നിന്ന് കൈ കിട്ടിയെന്ന് മുതല് ഒരു ഇറുക്കിലി എടുത്ത് അടിച്ചിട്ടുണ്ടോ ഇവനെ? ഇവന്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഞാൻ എതിര് നിന്നിട്ടുണ്ടോ? അന്യനായിട്ടല്ലോ, എന്റെ മോനായിട്ടല്ലേ ഞാൻ വളർത്തിയത്, എന്റെ അപ്പുമായിട്ട്. മതി, ഇതിന്റെ പേരിലെ അമ്മാമയ്ക്ക് ഇനി ആദ്യം പിടിക്കാൻ വയ്യ. ഇവന്റെ ചിറകിലാകുമ്പോ എന്റെ മോക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല. എന്താ അമ്മാമ്മ ഇത് തീരുമാനിക്കട്ടെ. കുട്ടിക്കളിയൊക്കെ മതി. ഇനി മുതല് ഈ കുടുംബം നോക്കേണ്ടത് മോനാ. നിന്റെയും ഇവളുടെയും കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാ. എന്താ നിന്റെ അഭിപ്രായം? എന്താ? അപ്പൊ ഉറപ്പിച്ചു. അമ്മു വാ. എന്താ എന്താ വിളിച്ചേ? ഒന്നോട് പറഞ്ഞേ. അമ്മു ദാ കണ്ടോ, ആകാശത്ത് അപ്പുപന്താടി പോലെ മേഘത്തുണ്ടുകൾ. എന്ത് ഭംഗിയല്ലേ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആനയെ ചേനയാക്കാം, ചേനയെ പേനയാക്കാം, പേന വേണമെങ്കിൽ പേനുമാക്കാം. ലോക പ്രശസ്ത മജീഷ്യൻ കോട്ടയം പുഷ്പരാജിന്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് ലോക പ്രശസ്ത മജീഷ്യൻ എ ജാഫർ കുന്നംകുളത്തിന്റെ മായാജാല പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും മാന്യരല്ലാത്ത ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇതെന്താണ്? അതെ, മലയാളത്തിൽ പാലെന്ന് പറയും, ഇംഗ്ലീഷിൽ മിൽക്ക് എന്ന് പറയും, ഹിന്ദിയിൽ ദൂത് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ മിൽക്ക് ദൂത്. ഓക്കെ, ഒരു എന്താ മോന്റെ പേര്? ബിനീഷ്. ഫിനിഷ് ആവാതെ നോക്കണം, പേടിക്കണ്ട കേട്ടോ. ഈ സ്ട്രോ വായിലേക്ക് വെച്ചോ. അങ്കിൾ പറയും വലിക്കണം. ഈ കുട്ടി ഈ സ്ട്രോ വായിൽ വെച്ച് വലിക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ്സിലെ പാൽ എങ്ങനെ തീരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വലിച്ചോ. പശുവും പാല. അതെ, നിന്റെ അഭ്യാസം കൊണ്ട് ചെലവാകത്തില്ല. ഇതാണോ മാജിക്? ഇതല്ല മാജിക്, ഇത് മാജിക് ആണെന്ന് ഞാൻ പറഞ്ഞു. തോക്കി കയറി വിടി വെക്കല്ലേ. പല മജീഷ്യന്മാരും കാണിക്കുന്ന ഒരു ഐറ്റമാണിത്. ഒരു പെൺകുട്ടിയെ 2 പീസാക്കി മുറിച്ചിട്ട് വീണ്ടും യോജിപ്പിക്കുക. ഈ മാജിക് ആദ്യമായിട്ട് കാണിച്ചത് ഞാനാണ്. തിരുവനന്തപുരത്ത് വെച്ച് ഇതേപോലൊരു മാജിക് ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മെശമേൽ കിടത്തി എന്റെ കയ്യിലുള്ള വാളുകൊണ്ട് ഞാൻ 16 പീസാക്കി വെട്ടി 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 മുറിച്ചു മാറ്റി. അതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുക. നീ ഇവിടെ വന്നോ? ഞാൻ എവിടെയും വരും.
നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ അത് ടവറിൽ കാണും. ഉപദ്രവിക്കരുത്. സുഹൃത്തുക്കളെ, ഞാൻ അവതരിപ്പിച്ച മറ്റൊരു മാജിക് ആയിരുന്നു വാട്ടർ എസ്കേപ്പ്. ഇതേപോലുള്ള വാട്ടർ എസ്കേപ്പ് അല്ല, ഇത് മറ്റൊരു വാട്ടർ എസ്കേപ്പ്. അതായത് എന്റെ ദേഹത്ത് ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കി 56 താഴിട്ട് പൂട്ടി എന്നെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് വള്ളക്കാരുള്ളത് കൊണ്ട് ഈ പന്നി രക്ഷപ്പെട്ടു. അവിടുന്ന് മുങ്ങിട്ട് ഇപ്പൊ ഇവിടെ പൊങ്ങിയത്. അങ്ങനെയല്ല. നിനക്ക് ഈ തറ പരിപാടി ഇവിടെ തുടരണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാനൊരു ഐറ്റം പറയും, അത് നീ കാണിക്കണം ഇവിടെ. അതിൽ നീ വിജയിച്ചാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. ഇല്ലെങ്കിൽ മജീഷ്യന്മാര് നീ ഇപ്പൊ പറഞ്ഞില്ലേ, അതുപോലെ നിന്നെ ചങ്ങലിലിട്ട് പൂട്ടിയിട്ട് വക്കോലിട്ട് തീയിടും. അത് വേണോ? വേണം. ഇവിടുത്തെ നാട്ടുകാർക്ക് ചുട്ടിറച്ചി ഭയങ്കര ഇഷ്ട. ശരി ചേട്ടാ, എന്താന്ന് വെച്ചാ പറ, ഞാൻ കാണിക്കാം അതുപോലൊക്കെ. ശരി, ഇവിടെ മെഴുതിരി ഉണ്ടോ? കിട്ടി. നിസ്സാരായിട്ടാ. ഇതിനെ നിന്റെ വായുടെ അവിടുന്ന് ഒരു ചാണകലെ ഞാൻ കത്തിച്ചു വെക്കും. നീ അത് ഊതിക്കെടുത്തണം. ഇത്രേ ഉള്ളൂ. ഈ അകലത്തിൽ ഞാൻ ഊതിക്കെടുക്കണം. ഇത് ഏത് കൊച്ചു പിള്ളേർക്കും ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഊതിക്കെടുത്തിട്ട് അത് കഴിഞ്ഞ് എന്റെ ഒരു പുതിയ നമ്പർ കാണിച്ചിട്ട്, അടിപൊളി നമ്പർ, ഇതുവരെ ഒരു മജീഷ്യൻ കാണിക്കാത്ത വ്യത്യസ്തമാർന്ന നമ്പർ ഞാൻ ഊതിക്കെടുത്തിട്ട്. നിന്റെ സംസാരം തീർന്ന കഴിഞ്ഞു. പെട്ടെന്ന് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചില്ല. ഈ ഒരു ചാണകലം ഒന്ന് പിടിച്ചോ. ഒരു ചാണകലം. ഇത് ഓക്കണല്ലോ. ഊതാൻ പറ്റേ. ഇത് ഒരു ചാണകലല്ലേ? അതെ അതെ, കറക്റ്റ് ആണല്ലോ. ഇനി നീ ഊതിക്കെടുത്ത്. ഊതടാ. എടാ എന്റെ മുഖത്തല്ല, ഇത് ഊതിക്കെടുത്തടാ. കെടുത്തടാ. ഇത് ചതി. എങ്ങനെ ഊതിക്കെടുത്തുന്ന ചതിയാ? എന്റെ വൃത്തിയോനെ ആ വക്കോലും ചങ്ങല റെഡി ആക്കടാ. തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്. അവൻ പോയോ? പോയി. ഇതാണ് പറയുന്നത് മജീഷ്യൻ എസ്കേപ്പ്. അവന്റെ ഷോട്ട്. ആ കുപ്പിയിലിരിക്കണത് മോന്തിട്ട് ഇതും കൂടെ എടുത്ത് കുടിക്ക്. എണീറ്റേ. എണീക്ക്. എണീക്കാൻ. കിടക്കവിടെ. ഇപ്പൊ ശരിയാക്കി തരാട്ടോ. അത് ശരി. അപ്പൊ ഇവിടെ എഴുന്നേറ്റിട്ടില്ലല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അമ്മമ്മേ, 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 അമ്മമ്മേ. ഇന്നലെ കടയിൽ വന്ന് വയറ് വേദനിക്കുമെന്ന് പറഞ്ഞപ്പം ഞാൻ അറിഞ്ഞില്ല അച്യുതൻകുട്ടി. ശങ്കരന് കരയില്ലേ? വയറ്റില് ക്യാൻസർ ആയിരുന്നു കേട്ടെ. അമ്മു, മോളെ സമയമായി.
വിനു മോനെ വാ, എഴുന്നേക്ക്. കരയല്ലേ? എഴുന്നേക്ക്. ഒറ്റയ്ക്കാക്കി പോവല്ലേ? ചായ ആയില്ലേ പാച്ചരേട്ടാ? ഇപ്പൊ ആവും. പാലെത്തിയില്ല. അവൻ വന്നു തുടങ്ങിയില്ലേ? ഓ, പാല് വാങ്ങാൻ പോയിരിക്കുക. എത്രയെന്ന് വെച്ചാ വീട്ടിലിരിക്കുക. ഓരോരുത്തർ സമയം തയ്ക്കാതെ പോകുമ്പോ ജീവിച്ചിരിക്കുന്നവരല്ലേ കഷ്ടത്തിലാവുന്നത്. എന്നാലും ശങ്കരേട്ടൻ ആരെയും അറിയിക്കാതെ ഇത്രയും നാളും കൊണ്ടു നടന്നത് അതിശയം. എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണേന്ന് കരുതി കാണും. എന്തായാലും നല്ല മരണമാണ് അവന്റെ. ഇത് ഇങ്ങനെയല്ല ഇടുന്നത്. ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ കാണിച്ചുതരാം. ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ 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 ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇട്ടോളാം. താനാരാ? എന്നെ മനസ്സിലായില്ലെന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. ഞാൻ മനസ്സിലാക്കി തരാം. ഇങ്ങനെ കുത്തിയിരുന്ന് കരു നീക്കി കളിക്കുമ്പോ കൈയുടെ കുഴയ്ക്ക് ചെറിയൊരു വേദന ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഒരു 100 കിലോയുടെ പഞ്ചസാര ചാക്ക് ഇങ്ങനെ കുനിഞ്ഞു എടുക്കുമ്പോ നടുവിന്റെ ഈ ഭാഗത്ത് ഒരു വിലക്ക് അനുഭവപ്പെടാറുണ്ടോ? ഉണ്ട്. ഈ ലോറിയിൽ നിന്നും ഉപ്പിന്റെ ചാക്ക് എടുത്ത് ഇങ്ങനെ തലേ വെക്കുമ്പോ ഈ പെടലിക്ക് ഒരു വേദന വന്നാറുണ്ടോ? ഉണ്ട്. ഇതേപോലെയുള്ള വേദനകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ജോലിക്ക് പോകാതിരിക്കണം. അപ്പൊ നിങ്ങളുടെ കുടുംബം പട്ടിണിയാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് ജോലിക്കും പോകാം. എന്റെ ഈ നെഞ്ചുളുക്കി പഞ്ചപടഹ തൈലം ഉള്ളിടത്തോളം കാലം ധൈര്യമായിട്ട് ഏത് ജോലിക്കും പോകാം. ഏത് വേദനയും മാർക്കിട്ടും ഒടിവേ ചതവ ഉളുക്ക ഇതിന് ബെസ്റ്റ് ആണ്. അതായത് 2 തുള്ളി എടുത്ത് വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ അമർത്തി തിരുമിയാ മതി. ഏത് വേദനയും പമ്പയല്ല സന്നിധാനം വരെ കിടക്കും. ഒന്ന് മണത്ത് വയ്ക്കേ. ഒന്ന് മണത്ത് നോക്കേട്ടാ. അത് കുളിക്കാത്തതുകൊണ്ട് നല്ല മണമുള്ള തൈലമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവിയോ കിഴിയോ പിടിക്കേണ്ട അത്രയ്ക്ക് ബെസ്റ്റ് തൈലമാണ്. വെറും 2 തുള്ളി ഇങ്ങനെ തടവി അങ്ങോട്ട് പിടിപ്പിച്ചാൽ മതി. പിന്നെ ഇത് കമ്പനി വിലക്ക് കൊടുക്കുകയാണ്. കമ്പനിയൊക്കെ വിലക്ക് കൊടുത്താൽ നീ എങ്ങനെ ജീവിക്കൂടാ? ഒരു മിനിറ്റ്. അതെ ചേട്ടാ. ചേട്ടാ ഇവിടെയെങ്കിലും എന്നെ ഒന്ന് ജീവിക്കാൻ ഒതുക്കി. ചേട്ടൻ 24 മണിക്കൂർ എന്റെ പുറകെ നടക്കുന്നത്. നടക്കും. എടാ നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ ടവറിൽ ചേട്ടൻ എവിടെയെങ്കിലും കണ്ടോ? എന്റെ അടുത്ത് എന്തിനാ കാണുന്നത്? നിന്നെ കാണാൻ. നിനക്കൊന്നും അറിയില്ലല്ലേ? എന്റെ കാമ എന്നെ അടിച്ചോണ്ടോ ഞാൻ ഈ കോലത്തിലായി. അതാണ് ചേട്ടന്റെ പ്രശ്നം. ഞാൻ ഇന്ന് തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കാം. നീ ആക്കെടുത്തോളം മതി. ഇനി നീ എനിക്ക് ആക്കല്ലേ. ഇവിടെ നിനക്ക് എന്താ തട്ടിപ്പ് പരിപാടി? അയ്യോ സത്യമായിട്ട് തട്ടിപ്പ് പരിപാടിയല്ല. ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൈല ബിസിനസ് ആണ്. വാദത്തിനും എല്ലാത്തിനും കൊള്ളാം. ഒടിവോ ചതവോ ഉളുക്കം ഉണ്ടായി കഴിഞ്ഞാൽ 2 തുള്ളി എടുത്ത് അമർത്തി തേച്ചാ മതി. പിന്നെ ആവിയോ കിഴിയോ പിടിക്കേണ്ട. അതാണ് ബിസിനസ്. ഓക്കെ, താങ്ക് യു. ഇതിന്റെ ഇടയ്ക്ക് സംസാരിച്ച് കൊളവാക്കരുത്. ഇല്ല, ഞാൻ മിണ്ടില്ല. നീ പൊക്കോ. വാക്കാണ് വാക്ക്. പ്രിയപ്പെട്ടവരെ, വാദം, പാദത്തരിപ്പ്, തരിപ്പ്, തണ്ടൽ വേദന, ഉറക്കത്തിൽ ഞെട്ടി ഉണരുക, തല ഉത്തരത്തിലിടിക്കുക, വീണ്ടും പഴയപടി കവന്ന് കിടക്കുക, കൈകാൽ കഴുപ്പ്, ഛർദിക്ക് വേദന, ഒടിവ ചതവ്, ഉളുക്ക, കാൽക്കൊച്ചി കഴുപ്പ് തുടങ്ങി എല്ലാ അസുഖങ്ങൾക്കും പറ്റിയ ഒരു ഉഗ്രം തൈലമാണിത്. ഒരു മിനിറ്റ് ചേട്ടാ. പിന്നെ ഒടിവോ ചതവോ ഉളുക്കൊണ്ട് തേക്കാം. ആവിയോ കിഴിയോ പിടിക്കേണ്ട. വില നിസ്സാരമാണ്. വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള തള്ളന്മാരുണ്ടെങ്കിൽ ഇത് അവർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അവരെ കൊണ്ടുള്ള വേദനമാർ കിട്ടും. ആവിയും കിഴിയൊന്നും കൊടുക്കണ്ടോ? കിഴിയോ പിടിക്കണ്ട. അതാണ് ഇതിൽ ആരും ഇടപെടരുത്. ഇവൻ പറഞ്ഞ് ഒടുവിനും ചതവിനും ബെസ്റ്റ് ആണ് എണ്ണയെന്ന്. ഇങ്ങടുക്ക് മക്കളെ. ജാഫറെ ഒടിഞ്ഞോടാ കാല്. നീ പേടിക്കണ്ട. ഇതില് 2 തുള്ളി തേച്ച് പിടിപ്പിച്ചാ മതി. പിന്നെ
ആവിയോ കിഴിയോ ഇതിന് കൊടുക്കണ്ട.